ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഗൈസ്, നമ്മൾ കുറച്ച് നാളായി ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് വീണ്ടും. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണാണ്. നമ്മൾ ഇന്നലെ ഒരു 12 മണിയായപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ആയി. റൂം സ്റ്റേ അല്ല, ഹോം സ്റ്റേ പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്നത്. 6 മണിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചും വരുന്ന വഴി കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. കുന്നിക്കോട്, എരുമേലി, ഏലപ്പാറ അങ്ങനത്തെ റൂട്ടിലാണ് വന്നത്. എരുമേലി നല്ല കാർഡ് ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഫുള്ള് ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വിസിബിലിറ്റിക്കൊക്കെ സീൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് എൻജോയ്ഡ് ലോട്ട്. നമ്മളെ വഴി നല്ല നൈസ് ആയിരുന്നു. ഇവിടെ എന്താണ് സ്ഥലങ്ങളൊക്കെ കാണാനുള്ളത് എന്നൊക്കെ ഉള്ള വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഈ ഹോം സ്റ്റേ ഒന്ന് നമുക്ക് കാണാം. നമ്മൾ അലോറ ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു വീട് സെറ്റപ്പാണ്. 1 BHK എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഇല്ല, കിച്ചൺ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. കാണിച്ചു തരാം. ആദ്യം തന്നെ കയറി വരുമ്പോൾ നമുക്കൊരു മിനി ഹോൾ എന്നൊക്കെ പറയാനുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഡൈനിങ് ഏരിയ ഒരു വലിയ ഹോൾ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അപ്പൊ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ദിവാങ്കോട്ട് കിടപ്പുണ്ട്. ഇതൊരു ബെഡ് കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ബോഡി കൂടെ കിടപ്പുണ്ട്. കാണിച്ചത് വീട്ടിൽ എടുത്തിട്ടും അറിയാത്ത പോലെ കിടക്കുന്ന അനുവുണ്ട്. അനു മെയിൻ ഹോളിൽ നിന്ന് അകത്തോട്ട് ഒരു റൂമുണ്ട് കേട്ടോ. ഇവിടെയും ഒരു ബെഡുണ്ട്. വേണമെങ്കിൽ വേറൊരു ബെഡ് അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു ബെഡിൽ ഒരു ബോഡി കിടപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കുന്ന ഒരു കബോർഡ് ഉണ്ട് കേട്ടോ. ഇതിന് വലിയൊരു കബോർഡാണ്. ഒരു വെള്ളം കൊടുത്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബ്ലാങ്കറ്റ്സ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സ്പോട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഈ സിറ്റ് ഔട്ട് ആയിരിക്കും കേട്ടോ. ബാൽക്കണി. യെസ്, നമ്മൾ വ്യൂ നിങ്ങളൊന്ന് നോക്കിയേ. അങ്ങനെ നമ്മൾ ആ ഹോം സ്റ്റേ വിട്ടിറങ്ങുവാണ് കേട്ടോ. അവിടെ തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. ഇതാ ഇവരുടെ കഫ് ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ്. അപ്പം നമ്മളിനി പോകുന്നത് ലൂസിഫർ ഷൂട്ട് ചെയ്ത ഒരു ചർച്ചിലോട്ടാണ്. ഇവിടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഗൈസ്, ഇതാട്ടോ നമ്മുടെ ലൂസിഫർ മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു ചർച്ച്. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ പുതുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് 1952 പണിത ഒരു ചർച്ചാണ് കേട്ടോ. ലൂസിഫർ മൂവിയിൽ മോഹൻലാൽ ഇരിക്കുന്നത് ഈ കല്ലറയുടെ മുകളിലാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലുണ്ടാകുമെന്ന് രാംദാസ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 18 വർഷം മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടീ കമ്പനി അടച്ച് പൂട്ടിയത് കൊണ്ട് തന്നെ ഈ ചർച്ചും അബാൻഡൻഡായി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഈ ചർച്ച് പുതുക്കി പണിതതും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്തതുമൊക്കെ ലൂസിഫർ മൂവിയുടെ ഭാരവാഹികളാണ്. ലൂസിഫർ ചർച്ചിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് KPM ടൂറിസ്റ്റ് വില്ലേജിലെത്താം. പോകുന്ന റൂട്ടെല്ലാം നല്ല അടിപൊളി സീനറി നൽകുന്ന റൂട്ടാണ്. റോഡ് ഭയങ്കര നാരോ ആണ്. പിന്നെ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ റൂട്ട് നൈസാണ്. ഇത് ആക്ച്വലി ഒരു ക്വാറിയാണ്. അതിനെ അവർ ഫിഷ് ഫാമായിട്ട് സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചൈൽഡ് പൂളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ മെയിനായിട്ടും കോഴിക്കറുപ്പ് എന്ന് പറയുന്ന ബ്രീഡിൽപ്പെട്ട ഒരു ഫിഷിനെയാണ് ഇവർ മെയിനായിട്ട് ഫാം ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ ഫീഡ് ചെയ്യുന്ന അവസരവും അവിടെ ഉണ്ട്. നമ്മൾ പൈൻ വാലി കയറും മുന്നേ നടക്കണതിന് മുന്നേ കുറച്ച് ക്ഷീണം മാറ്റാന്ന് വിചാരിച്ച് ഒരു ലൈം ജ്യൂസ് കുടിച്ചാന്ന് വിചാരിച്ചു. കുടിക്കാന്ന് വിചാരിച്ചു. ബിരിയാണി കഴിക്കാൻ പോണോടെ ലൈം ജ്യൂസ് കഴിക്കാം. വാട്ട് അബൌട്ട് യു? ബിരിയാണി. നമ്മളെ വ്ളോഗിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു മുഖമാണ് രാഹുൽ. നമുക്ക് പൈൻ വാലിയിലേക്ക് എത്താനായിട്ട് കുറച്ചൊന്നും നടക്കാനുണ്ട്. പോകുന്ന വഴി എല്ലാം കടകളാണ്. നിങ്ങൾക്ക് വീട്ടിലത്തേക്ക് തേയിലപ്പൊടിയോ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. പൈൻ വാലിയിൽ നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 30 രൂപയാണ് അഡൾട്ടിന്. പിന്നെ ചൈൽഡിന് വരുമ്പം അത് 15 രൂപയാണ്. പോകുന്ന വഴിക്കെല്ലാം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാം. അതായത് നിങ്ങളുടെ ഫോട്ടോ ലൈവായിട്ട് എടുത്ത് അതവർ ഫ്രെയിം ആക്കി തരും. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്നും തിരക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സൺലൈറ്റൊക്കെ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അടിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഫീലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വാഗമൺ മെഡോസ് അല്ലെങ്കിൽ വാഗമൺ മൊട്ടക്കുന്നാണ്. ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 25 രൂപയാണ്. എത്ര രൂപയുടെ? 1.5 കോടി അടിക്കുകയാണെങ്കിൽ. വാഗമൺ മെഡോസ് എനിക്ക് കമ്പാരിറ്റീവ്ലി ബാക്കി സ്ഥലങ്ങളെക്കാട്ടും കുറച്ച് ക്ലീനർ ആയിട്ട് തോന്നി. ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കലാണ് എല്ലാവരുടെയും മെയിൻ പണി. അതിനായിട്ട് ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ വാഗമണിലെ എല്ലാ ഹിൽസും അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഹിൽസ് ഉള്ളതിനാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹില്ല് ചൂസ് ചെയ്ത് കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് പോയിരിക്കാൻ നൈസ് ഒരു സ്ഥലമാണ് വാഗമൺ മെഡോസ്. സിപ്പ് ലൈൻ ആക്ടിവിറ്റീസും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വാഗമൺ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടാ. പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുള്ളൂ കേട്ടാ. പക്ഷേ ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഫുൾ കോടയായി ഗൈസ്. നമ്മളിനി പോകുന്ന സ്ഥലത്തും കൂടെ ഇതേ ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. നമ്മളുടെ കോല കണ്ട് ആരും പേടിക്കരുത്. അതായത് മർമല വാട്ടർഫോൾസിൽ പോയപ്പോ അവിടെ ശ്രീനിവാസന്റെ ഒരു ഷൂട്ടിങ് ഗൈസ്. അപ്പം അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ശ്രീനിവാസനും ധ്യാനുവാ നീയുവാ. അതിവിടെ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ, പേരറിയത്തില്ല. മർമല വാട്ടർഫോൾസ് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. എന്തായാലും നമുക്ക് ഇറങ്ങാം. എന്റെ വീട്ടിൽ എപ്പോഴും വഴക്കാണ് അമ്മ. എന്ന് വ്ലോഗ് എടുത്താലും എന്റെ കുളിസീൻ കാണിക്കുമെന്ന്. ഞാൻ ഇന്നും ആ പതിവ് തെറ്റിക്കുന്നില്ല കൈ. മോനെ ഒന്നാം തരത്തിൽ അടങ്ങി
ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും നമ്മള് റോഡ് ടു 2K ആണ് ഗൈസ്. നമ്മള് 1K ആയി ഇപ്പോ. ഞാൻ അത് പറയാൻ വേണ്ടി വിട്ടുപോയി. അപ്പൊ കീപ് സപ്പോർട്ടിങ് ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ.